അല്ല, ഇതിനകത്ത് 100% UDF-ന് വിജയം ഉറപ്പാണ്. 20 സീറ്റും UDF നേടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല 2004 ഇന്ത്യയിൽ ആവർത്തിക്കാൻ പോവുകയാണ്. 2004 പറഞ്ഞു ഇന്ത്യ തിളങ്ങുന്നു, ND അധികാരത്തിൽ വരും. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ജനം പ്രതികരിച്ചു, BJP സർക്കാർ താഴെ പോയി. 2024 തനി ആവർത്തനമായിരിക്കും. കാരണം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഇവിടെ വഴിതെറ്റിപ്പോകുന്നത് അത് ദേശീയ തലത്തിലാണെങ്കിലും ശരി, അതേപോലെ സംസ്ഥാന തലത്തിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈയിടയ്ക്ക് തന്നെയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രസ്താവന അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ നേരിടുന്നുണ്ടാ. കഴിഞ്ഞ ദിവസം ഒരു സർവേ പറഞ്ഞിരിക്കുന്നത് 66% ആളുകൾക്ക് തൊഴിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നതാണ്. ഇന്ത്യൻ എക്സ്പ്രസിലോ ഹിന്ദുവിലോ വന്നൊരു വാർത്തയാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. അപ്പോഴെല്ലാം ശോഭനമാണ്, എല്ലാം ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. അതിലൊന്നും കമന്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇതിപ്പം യഥാർത്ഥ വിഷയം എന്താ? ഇവിടെ ജനങ്ങൾക്ക് ജോലിയില്ല, ചെറുപ്പക്കാർക്ക് ജോലിയില്ല. ഇവിടെ ഈ സംസ്ഥാനത്താണെങ്കിൽ പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, KSRTC-കാർക്ക് ശമ്പളമില്ല. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ മാറ്റിമറിക്കുക. ഇവിടെ പറ്റുമെങ്കിൽ ഒരു വർഗീയത വളർത്തുവാനുള്ള ശ്രമം നടത്തുക, അതൊക്കെ ഉള്ളൂ. അതൊന്നും കാര്യമല്ല. അത് സിദ്ദീഖ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. പേര് മാറ്റുമോ മാറ്റാതിരിക്കുമോ സംസ്ഥാന സർക്കാരിന് അധികാരം. മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ആൾക്ക് എന്താ റോൾ ഇതിനകത്ത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള സ്റ്റോറി സിനിമ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന സർക്കാർ ഇതൊന്ന് ബാൻ ചെയ്താൽ പോരെ? ഈ ചർച്ചയും ഈ പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഞാൻ പല DYFI SFI നേതാക്കന്മാരുടെ പ്രസ്താവനയും സ്റ്റേറ്റ്മെന്റും വിഷമവും കണ്ണീരും ഒക്കെ കണ്ടു. ഒരു കാര്യം, മുഖ്യമന്ത്രി ഒരു ഫോൺ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്, ഇതൊന്ന് ബാൻ ചെയ്തേ. ഇത്രയും സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതാണെങ്കിൽ ഇതൊക്കെ ബാൻ ചെയ്യും. അതിന് ആർജവത്വം കാണിക്കണം മുഖ്യമന്ത്രി. അതാണിപ്പോൾ ആവശ്യം. ഈ നാടിന് ആവശ്യം ആർജവത്വമാണ്. ഇതിനെതിരെ പോരാടുക, ഈ നാടിനെ വിഭജിക്കുവാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ പോരാടുക എന്നുള്ളത് ആർജവത്വം കാണിക്കണം. അതിന് മുഖ്യമന്ത്രി ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ ഒരു തീരുമാനമെടുക്കാൻ. ഞാൻ കൃത്യമായ നിലപാട് കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. LDF-ൽ ഇതിനകത്തൊരു തീരുമാനമെടുക്കുന്നത് സർക്കാരിന്റെ കയ്യിലുള്ള കാര്യം. ലോ ആൻഡ് ഓർഡർ ആരുടെ കയ്യിലുള്ള വകുപ്പാണ്? എന്താ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട്? അപ്പോൾ ഇതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു മത്സരവുമില്ല അവിടെ. ഷാഫി ചെന്നിറങ്ങിയപ്പോ തന്നെ വടകരയിലെ ജനമനസ്സാക്ഷി ഷാഫിയോടൊപ്പം ആണെന്ന് തെളിഞ്ഞു. ഇനി റിസൾട്ട് വരേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ സർവേയുടെ കാര്യമൊന്നും നിങ്ങൾ എന്റെ അടുത്ത് പറയണ്ട. ഇതിനു മുമ്പ് നടന്ന സർവേ പാലക്കാട് 3ാം സ്ഥാനം പോകുമെന്ന് പറഞ്ഞ ആൾ 1ാമതായി ജയിച്ച് MBA 5 വർഷം ഇരുന്നു. ജനങ്ങളിലാണ് വിശ്വാസം, സർവേക്കപ്പുറം. ഇപ്പം ഓരോ ദിവസവും പുതിയ സർവേകൾ ദേശീയ തലത്തിലും വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ വിശ്വാസ്യത അറിയണമെങ്കിൽ റിസൾട്ട് വരുമ്പോൾ ജനങ്ങളുടെ വിധി അറിയുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാം പ്രതീക്ഷ VVPAT 100% എണ്ണൊന്നും കൂടെ ആണെന്നുകൊണ്ട് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ് ഈ പ്രാവശ്യം.